യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് ദൈവം അബ്രഹാമിനോട് ചെയ്യുന്നതായ ആ ഉടമ്പടിയുടെ അടയാളം എന്താണ് എന്നുള്ളതാണ്. അതിൽ കൂടെ ദൈവം നമുക്ക് ഇന്ന് നൽകുന്നതായ പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയ പരിച്ഛേദനയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. അതേ, നമ്മളുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുന്നതിലൂടെ, ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ, അതേ ദൈവം നമുക്ക് നൽകുന്നതായ ആ വാഗ്ദത്തത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉറപ്പ് നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായി ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അവിടെ ദൈവം അബ്രഹാമിനോട് തുടർന്ന് ചെയ്യുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ ഉദ്ദേശം അബ്രഹാമിനെ കുറിച്ചുള്ള ഒരു കഥ നിങ്ങളോട് പറയുക എന്നുള്ളതല്ല, മറിച്ച് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ദൈവത്തോടൊപ്പമുള്ള നമ്മളുടെ ആത്മീയ ജീവിതത്തിന് എത്രത്തോളം സഹായകരമായ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ ഒരു സന്ദേശം തുടങ്ങിയ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷത്തോട് പറയാൻ സാധിക്കും, അത് എൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീർന്നു. ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ജീവിക്കുവാൻ എനിക്ക് കൂടുതൽ സഹായകരമാകുന്ന അനേക ആത്മീകമായ സന്ദേശങ്ങൾ ഗ്രഹിപ്പാൻ സാധിച്ചു. നിങ്ങൾക്കും അപ്രകാരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രകാരം ഒരു അനുഗ്രഹമാണെങ്കിൽ ദയവായി ആ വിവരം അറിയിക്കുക. അത് എനിക്ക് മുന്നോട്ട് കൂടുതൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ പറയുവാൻ പ്രചോദകമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്നതായ പ്രോത്സാഹനം എൻ്റെ ശുശ്രൂഷയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സാക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് സന്ദേശം അയക്കാം. അല്ല, പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ സംസാരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സന്ദേശം പ്രധാനമായി സംപ്രേഷണം ചെയ്യുന്നതായ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കടന്നു വന്ന് നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടുതൽ സഹായകരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും കരുതുന്നു. ഇത് നമ്മൾ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് ഇനി സാറ, SARAH, സാറ എന്ന് ഇരിക്കണം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറയുന്നു, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. നമ്മൾ സാറയെക്കുറിച്ച് ആദ്യം വായിക്കുമ്പോൾ സാറ മച്ചിയായിരുന്നു എന്നുള്ള ഒരു പേര് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അവസ്ഥ വളരെയധികം പ്രയാസകരമേറിയ ഒരവസ്ഥയാണ്, ആരും ആഗ്രഹിക്കാത്ത ഒരവസ്ഥയാണ്. പക്ഷെ അതേസമയം തന്നെ പലരും നിന്ദിക്കുന്നതായ ഒരു അവസ്ഥയാണ്. അതൊരു നിന്ദയുടെ അവസ്ഥയായി പലരും കാണാറുണ്ട്. മക്കളില്ലാത്തവരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന അപ്രകാരമുള്ള വേദനകളൊക്കെ നമ്മളെല്ലാവരും അറിയുന്നതായ കാര്യമാണല്ലോ. എന്നാൽ ഈ മാതാപിതാക്കൾ കടന്നുപോയതായ ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവരൊരിക്കലും ദൈവത്തോട് പിറുപിറുക്കാത്തവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരെ പോലെയുള്ള ഒരു ഭാര്യയെ ഭർത്താവിനെ നമുക്ക് അത് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സക്രിയാവ് എന്നുള്ള ആ പുരോഹിതനും തൻ്റെ ഭാര്യയായ എലിസബത്തും, അവർക്കും ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ അവർ കടന്നുപോയി. പക്ഷേ ഈ രണ്ടു പേരുടെ അവസ്ഥയിലും അവർ ദൈവത്തോട് പിറുപിറുക്കുന്നവരായിരുന്നില്ല, മറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ വിശ്വസ്തരായി നിൽക്കുകയും ദൈവിക കാര്യങ്ങളിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും അല്ലെങ്കിൽ ദൈവപ്രവൃത്തി നടക്കും എന്ന് നമ്മൾ കരുതുന്നതായ പല വിഷയങ്ങളിലും ഒരുപക്ഷെ ദൈവപ്രവൃത്തി താമസിച്ചു എന്ന് വരികിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണ് എന്നുള്ള ആ ഒരു ചിന്തയിലും ആ ഒരു ശരീരഭാഷയിലും നിങ്ങൾ മുന്നോട്ട് പോയാൽ, അതേപോലെ തന്നെ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപമാനിക്കപ്പെടുകയില്ല, നിങ്ങൾ മാനിക്കപ്പെടുവാനിടയായി തീരുമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായ ആളുകൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. മക്കൾ ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല,
മക്കളുണ്ടാകാം, പക്ഷെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരായ മാതാപിതാക്കൾ. അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകാം, പക്ഷേ ഇപ്പോഴും നിന്ദയ്ക്കും അപമാനങ്ങൾക്കും അതേ പാത്രിഭൂതരായി തീരുന്നതായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തെ കണ്ടതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. ഞാൻ പറയട്ടെ, നിങ്ങൾ അപമാനിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അപമാനങ്ങളെ ദൈവം നിങ്ങളുടെ അഭിമാനങ്ങളാക്കി മാറ്റുകയും നിങ്ങളുടെ ജീവിതത്തിലെ നിന്ദകളെ നിങ്ങൾക്ക് അത് ഗുണകരമാക്കി മാറ്റുന്നതായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ ഭാര്യയായ സാറായെ സാറായി എന്നല്ല വിളിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, ഒരു പേരിൽ എന്തിരിക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്ന് നമ്മൾ പറയും. പക്ഷേ ദൈവം പേരിൽ വളരെ വലിയ പ്രാധാന്യം കാണുന്നുണ്ട്. വിശുദ്ധ ബൈബിളൊക്കെ പഠിക്കുമ്പോൾ ദൈവം പേരിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ബൈബിൾ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ പേരും അവരുടെ ജീവിതവും ഏതാണ്ട് ഒരുപോലെയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവഭക്തരായ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ തന്നെ അവർ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പേരുകൾ ആലോചിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ സഭയിലൊക്കെ ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജനിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവചനാത്മാവിൽ അതെ അവരെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ അവർക്ക് പേരിടണം. മേ ബി വി ക്യാൻ സേ എ പ്രൊഫറ്റിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ പ്രവചന ആത്മാവോടുകൂടെ അവൻ ഇന്നതായി തീരും, അല്ലെങ്കിൽ അവൾ ഇന്നതായി തീരും, അവളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതാണ് എന്നുള്ള ചിന്തയിൽ നമുക്ക് പ്രവചനികമായ പേരുകൾ ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ശമൂവേൽ എന്ന ബാലനെ കുറിച്ച് നമുക്കറിയാം. ആ അമ്മ ആ കുഞ്ഞിന് പേരിടുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശമൂവേൽ എന്ന് പേരിട്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു അതേ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൂതൻ വന്ന് പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു, അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നവനായതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അതുപോലെ അവൻ്റെ മറ്റൊരു പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതേ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചനാത്മാവിൽ നമുക്ക് അവരുടെ പേരുകൾ ഇടുവാൻ നമുക്ക് സാധിക്കണം. ആ പേരുകൾ തീർച്ചയായിട്ടും നല്ലൊരു പേരാ. ഇവിടെ ഈ സാറായിയുടെ പേര് ആരിട്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അവളെക്കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ ഹിതം അതിലുണ്ടായിരുന്നു. ഈ സാറ എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാജകുമാരി എന്നുള്ളതാണ്. പക്ഷേ അതേ അർത്ഥം തന്നെ ധ്വനിക്കുന്നതായ മറ്റൊരു പേരാണ് ദൈവം ഇപ്പോൾ അബ്രഹാമിനോട് പറയുന്നത്, നീ അവളെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, മറിച്ച് അവളെ നീ സാറ എന്ന് വിളിക്കണം. അതിനർത്ഥം അവൾ ഇനി നിന്റെ കുടുംബത്തിൽ ഒരു രാജകുമാരി ആയിട്ടല്ല, മറിച്ച് ലോകം മുഴുവനും അവൾ സകല ജാതികൾക്കും ഒരു മാതാവ് എന്ന പോലെ അവളായിരിക്കും. അതിനർത്ഥം ഞാൻ അവളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, അവളുടെ ഐഡന്റിറ്റിയെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോകുകയാണ് എന്നാണ് ദൈവം അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ദൈവത്തെ പരിചയപ്പെടാം, അതെ നമ്മളുടെ ഐഡന്റിറ്റിയെ എക്സ്പാൻഡ് ചെയ്യുന്നതായ, വിശാലമാക്കുന്നതായ ദൈവം. ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിനെ ആദ്യത്തെ സന്ദർഭങ്ങളിൽ അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാം അബ്രാം എന്നാണ് ദൈവം വിളിച്ചുകൊണ്ടിരുന്നത്. അത് ദൈവം വളരെ മനഃപൂർവ്വമായി തന്നെയാണ് വിളിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആ പേരിന് വ്യത്യാസമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അതേ ഈ പറയുന്നതായ സമയം വരെ അബ്രഹാമിനെ അബ്രാം അബ്രാം എന്നാണ് വിളിച്ചത്. അതുതന്നെയാണ് അർത്ഥം, അവൻ പിതാവാണ്. പക്ഷേ അവനിനി കേവലം ആ കുടുംബത്തിലെ പിതാവ് മാത്രമല്ല, അവനിനി ബഹുജാതികളുടെ പിതാവായി തീരും. അതെ, അബ്രഹാമിന്റെ ഐഡന്റിറ്റിയും ദൈവം എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ സാറായുടെ ഐഡന്റിറ്റിയും ദൈവം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 9 മുതൽ 10 വരെ വായിക്കുമ്പോൾ യബ്ബേസ് എന്ന് പേര് പറയപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. നോക്കൂ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഇങ്ങനെയുള്ള ഒരു അർത്ഥം വഹിക്കുന്നവനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ എവിടെ പോയാലും അവൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവനെ കാണുന്നത് അമ്മ വേദനയോടുകൂടെ പ്രസവിച്ചവൻ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്?
ഇവൻ അനേകർക്കൊരു വേദനയായി തീരും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ വന്നു. അവൻ്റെ ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നോക്കൂ, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം. അവൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമെന്ന് അവന് വ്യക്തമായൊരു ബോധ്യമുണ്ട്. അവൻ ചെല്ലുന്നിടത്തൊക്കെ അവനൊരു അനർത്ഥമായി മാറുമോ എന്നുള്ള ഒരു സംശയം യബ്ബേസിനുണ്ട്. പക്ഷേ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നപ്പോൾ, അതേ അബ്രാം എന്ന പേര് മാറ്റിയവനായ ദൈവം, അതേ സാറായി എന്നുള്ള പേര് മാറ്റിയവനായ ദൈവം യബ്ബേസിന്റെ പേരിന് മാറ്റം വരുത്തി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളുമായി കടന്നു വരുന്നെങ്കിൽ, ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് പിറുപിറുക്കാതെ നിഷ്കളങ്കമായി ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങൾക്കൊരു ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റിയും ദൈവം എക്സ്പാൻഡ് ചെയ്യും. നിങ്ങളുടെ വ്യക്തിത്വത്തെ ദൈവം വളരെ വിശാലമാക്കും. അത് യബ്ബേസിന്റെ അതിരുകളെ വിശാലമാക്കിയ പോലെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ഞങ്ങളുടെ പേരിനെ അങ്ങ് വിശാലമാക്കുന്നത് പോലെ, ഞങ്ങളുടെ വ്യക്തിത്വത്തെ അങ്ങ് വിശാലമാക്കുന്നത് പോലെ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നീ കൂടുതൽ കൂടുതൽ വിശാലമാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കും. പക്ഷേ ഞങ്ങളിൽ നിന്നും അങ്ങ് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്. ഞങ്ങളിൽ നിന്നും അങ്ങ് പ്രതീക്ഷിക്കുന്നത് പിറുപിറുക്കാതെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരെയും അതിന് അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദയവായി ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.